ഇവിടെ എന്തോ പരിപാടി ഒപ്പിച്ചോണ്ടിരിക്കുന്ന രണ്ടാളും. എന്താണ്? ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഓൾ. അല്ലേ? എന്താ പരിപാടി പറഞ്ഞേ? ഞാനിവിടെ ഒരു മാല ഉണ്ടാക്കാൻ പോവായിരുന്നു. മാല ഉണ്ടാക്കാൻ പോവാ? ആർക്കാ? കുഞ്ഞനാ? നിങ്ങക്ക് രണ്ടുപേരും കൂടിയിട്ട് അല്ലേ? അങ്ങനെ പൊന്നൻ ഒരു മാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് കമ്മലും മാലയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ? കമ്മല്, മാല, കൈചെയിൻ. ഇതൊക്കെ എന്താ? ഇതൊക്കെ നിന്റെ പണി സാധനങ്ങളാണോ? ഇതെല്ലാം എന്റെ പണി സാധനങ്ങളാ രാജാവ്. ആയിക്കോട്ടെ. അപ്പൊ ഓരോ പണി സാധനങ്ങളായിട്ട് കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങളെന്നും എങ്ങനെയാണെന്നും ഒക്കെ. ഇത് ബോക്സ്, ആദ്യം ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇങ്ങോട്ട് തിരിച്ചു വെച്ചോളൂ. ഓരോന്നായി പറയൂ. കമോൺ. ഇത് വുഡൻ ബീഡ്സ് ആണ്. ബീഡ്സ്. ഇത് രണ്ട് കളറുണ്ട്. ഇത് രണ്ടും അല്ലേ? അടുത്തത് പറയൂ. നെക്സ്റ്റ്. പിന്നെ ഇത് നമ്മള് സ്റ്റഡിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഏത്? വൈറ്റ് പേൾ. കാരണം ഇത് ഹാഫ് ആണ്. ഇവിടെ നമ്മളൊരു സ്റ്റഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റഡ് ആക്കാൻ പറ്റും. പിന്നെ ക്യാപ്പ്. ഒരു മിനിറ്റ്. നമ്മള് കമ്മലുണ്ടാക്കാനും മാല ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കും. പിന്നെ ഇത് നമ്മള് കൈച്ചെയിനൊക്കെ ഉണ്ടാക്കുമ്പോ ഇടുന്ന ഒരു കുളത്താണ്. കൊളത്ത് ക്ലിയർ ആവണില്ല. ഒരു മിനിറ്റ്. കയ്യിൽ വെച്ചോ. തുറക്കാൻ പറ്റും. കൊളത്ത്. ഓക്കെ. ഇത് നമ്മൾ കൈച്ചെയിലും എല്ലാ കൈച്ചെയിലും ഉണ്ടാകുന്ന കുളത്താണ്. പിന്നെ വട്ടക്കണ്ണിന്ന് ഇതിനെ പറയാം. ഭയങ്കര കുഞ്ഞൊരു വട്ടക്കണ്ണി. പിന്നെ ഇതാ ഇത് നമ്മള് ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റൽ ബോൾസ് ആണ്. ബോൾസ്, ബീഡ്സ് എല്ലാം. പിന്നെ ഇത് ഇങ്ങനെ കാണിക്കാം അല്ലെ? ഇതൊരു ഡയമണ്ട് പാടുകളുണ്ടല്ലോ വേറെ എക്സ്ട്രാ. അതെന്ത് സംഭവം? അത് ഞാൻ അറിയാണ്ടായതാട്ടോ. അതെന്ത് സംഭവം? പേനയാണോ? അപ്പൊ ആ പേനുള്ള ഇത് കാണിക്കണ്ട, വേറെ കയ്യിൽ കാണിക്ക്. എടുത്ത് നോട്ടെ. അതിലത് നോട്ടെ, വെച്ച് നോട്ടെ. ഭംഗിയുണ്ടോ നോട്ടെ. അടിപൊളി. അതൊരു ഭംഗി കണ്ടോ? നോക്കിയ എത്ര നല്ല ഭംഗിയുള്ള ഇതുണ്ടായിട്ട് പേന കൊണ്ട് വരച്ചിട്ടുള്ളത് വെച്ച് നിൽക്കല്ലേ? ഇതൊരു മിറർ, ഡയമണ്ട് മിറർ ആണ്. ഇത് വെച്ചിട്ടാണ് ഞാന് അന്നത്തെ വീഡിയോയില് ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയത്. കുഞ്ഞിന്റെ ഇതും വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഏത്? കാണിച്ചുതരാം. ഇതും പിന്നെ ഇതും വെച്ചിട്ടാണ് ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയത്. പിന്നെ ഹെയർ ബാൻഡിന്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു. ഏതാ? അത് കഴിഞ്ഞു. ഇതെന്ത് സംഭവം? ഇത് ബ്ലാക്ക് കളർ, കുറച്ച് വലിപ്പമുണ്ട്. മാറ്റ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്. ഇതൊക്കെ നമ്മള് കൈച്ചെയിൻ അല്ലേ യൂസ് ചെയ്യാം? കൈച്ചെയിനിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മാലകളൊക്കെ ഉപ്പച്ചിക്ക് ഉണ്ടാക്കിയെന്നിട്ടില്ലേ? അതേതൊക്കെയാ ഉണ്ടാക്കിയെന്നുള്ളത്? ഉപ്പച്ചിക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഉപ്പച്ചി യൂസ് ചെയ്യുന്നുണ്ട്. ഉപ്പച്ചി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൈച്ചെയിനുകൾ. ഇനി അടുത്തത് ഏതാ? നേരത്തെ കാണിച്ചു തന്നെ. പിന്നെ ഇത് നമ്മുടെ ഡ്രോപ്പാണ്. ഡ്രോപ്പ് ആയിട്ടുള്ള വീട്. ഇത് നമുക്ക് അടികള്, അതായത് ഈ കമ്മലിന്റെ അടിയിലൊക്കെ ഡ്രോപ്പ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യും. അതായത് ഇങ്ങനെ മുത്തുകൾ ഇരിക്കുന്ന ഒരു സംഭവമാണ്. കുഞ്ഞ് മൈന്യൂട്ട് ആയിട്ടുള്ള പ്ലക്കർ. അത് ശരിക്കും നമ്മൾ ഈ പുരുകം പ്ലക്ക് ചെയ്യുന്ന സാധനമാണോ അത്? മുത്തുകളും സ്റ്റോൺസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ബാലൻസ് ചെയ്യണം. ഇത് വലിയൊരു വൈറ്റ് പേർ. ഇത് വൈറ്റ് ആണ്. ഇത് ഓഫ് വൈറ്റ്, ഗോൾഡ് മിക്സിംഗ് അല്ലേ? വൈറ്റ് എന്ന് പറയുമ്പോ പ്യുവർ വൈറ്റ് ഇതാണ്. പ്യുവർ വൈറ്റ് ഇതാണ്. കണ്ട, ഡിഫറെന്റ് ഉണ്ട്. ഇത് ടോട്ടലി വൈറ്റ് അല്ല.
പിന്നെ ഇതാണ് ഹുക്ക്. ഏതാ? കമ്മല് നമ്മൾ റിങ് കമ്മലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ഒരു റിങ് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഇത് ഒരു ചെയിനാണ്. അത് മനസ്സിലായി കണ്ടപ്പോ. ഇത് നമ്മള് കൈ ചെയിനുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മാലകൾക്ക് ലാസ്റ്റില് നമുക്ക് എക്സ്ട്രാ കുറച്ച് ഇങ്ങനെ ഇടില്ലേ നമ്മള്, എക്സ്ട്രാ അതിനെ കൊളുത്തിടാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യും. കൈ ചെയിനും അതിന്റെ തന്നെ സിൽവർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പണി സാധനങ്ങള് അല്ലേ? അപ്പൊ ഇനി ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ പർപ്പിൾ ഉണ്ട്, അത് പല കളേഴ്സ് ഉണ്ട്. പർപ്പിൾ ഉണ്ട്, കണ്ടില്ലേ? ബട്ടർഫ്ലൈ കണ്ടില്ലേ? ഇല്ല. നെഹി എവിടെ ബട്ടർഫ്ലൈ? എവിടെ കുഞ്ഞിന്റെ കയ്യില് ബട്ടർഫ്ലൈ? ഇതില് മറ്റേ ബ്ലൂ ഉണ്ട്. ഇതാണ് കുന്തൻ സ്റ്റോൺസ്. എന്താണ് കുന്തൻ സ്റ്റോൺസ്? കുന്തൻ എന്നാണ് ഇതിന്റെ പേര്. കുന്തൻ. കുന്തല്ലേ കുന്തൻ. ഇതൊക്കെ പിന്നെ ക്രിസ്റ്റൽ ബോൾസ് ആണ്. ഇത് കണ്ടോ, ബ്ലാക്ക്, ഒരു പിങ്ക്, വൈറ്റ് എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ പണി ആയുധങ്ങൾ ഏതൊക്കെയാ വേറെ ഇതിന്റെ ചെയ്യാൻ? മാല ഉണ്ടാക്കാനുള്ള പണി ആയുധങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതോ അത് കൈ പിടിച്ചിരിക്കും കൊടുത്താലും കളറും ബട്ടർഫ്ലൈ എവിടെ കാണാനില്ലോ? യെല്ലോ, പർപ്പിൾ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഇത് പീച്ച്. ഓക്കെ. ഫോക്കസിങ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് എന്റെ പണിയായിട്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അല്ലെ, സ്ഥിരമായിട്ട്. യെസ്. അപ്പൊ ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ? ഇത് നമ്മള് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ. B7000 കയ്യിലത് പോവില്ല. പക്ഷെ ഭയങ്കര വെച്ചത് അല്ലല്ല, കയ്യില് പെട്ടെന്ന് പോവില്ല. ഫെവിക്കോളൊക്കെ ആയ പോണ പോലെ അങ്ങനെ പെട്ടെന്ന് പോവില്ല. ഞാൻ നേരത്തെ വെച്ച് കാണിച്ചു. കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ. ഇതൊരു ലോക്കറ്റ് ആണ്. ഫോക്കസിങ്. ഓക്കെ. നമ്മൾ ആ മാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ലോക്കറ്റ്. നെക്സ്റ്റ് ലോക്കറ്റ് കൈമിന് വെച്ചോ. അവിടെ ഇരുന്നോട്ടെ. നല്ല ഭംഗിയായിരിക്കില്ലേ? നെക്സ്റ്റ് വെക്കൂ. അവിടെ വെക്കൂ. നെക്സ്റ്റ് ടൈപ്പ്. പിന്നെ ഇതും ഏകദേശം ഒരേ ഡിസൈൻ മാതിരി തോന്നെങ്കിലും അല്ല, ഒരു ഡിസൈൻ അല്ല. അത് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ഇതെന്താ സംഭവം? ഇത് താമരയാ? താമരയല്ല, അത് കറക്റ്റായിട്ട് അറിയില്ല. ദേവിയാണോന്ന് ആയിക്കോട്ടെ, നമ്മളധികം പറയാതിരിക്കുന്നത് അറിയാത്തതിനും പറയാണ്ടിരിക്കുക നല്ലത്. അപ്പൊ ഇതാണ് നമ്മള് ഉണ്ടാക്കുക. ഇനി അടുത്തെടുക്ക്. ഇനി നമുക്ക് ഈ ടൂൾസിനെ വെച്ചിട്ട് പറയാം. ചെയിൻസ്. ഇത് നമ്മുടെ ഗോൾഡൻ ബോൾസ് ആണ്. ഗോൾഡൻ ബോൾസ്, ബീഡ്സ് എല്ലാം പറയും. അത് തന്നെ ചെറുത്, അതിന്റെ ചരട് വീണ്ടും തെറ്റി. ഓക്കെ. ചെറുത്. ഈശ്വര ഭഗവാനെ, എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ. ഇത് കുഞ്ഞിമുത്തല്ല, ഇത് ഗിയർ ലോക്ക്. ഏതാ? ഗിയർ ലോക്ക്. അപ്പൊ നമുക്ക് ഇനി ഇതിങ്ങനെ പറഞ്ഞ് നമ്മൾ വരെ ഓടിപ്പിക്കണ്ട, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാലുതറിക്ക. ഗിയർ വയർ, ഇതിന്റെ പേര് ഗിയർ വയർ എന്നാണ്. ഗിയർ വയർ. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ നമുക്ക് അത്യാവശ്യം ലെങ്ത് വേണ്ട അത്രയ്ക്ക് എടുക്കുക. ലെങ്ത് വേണം. ഓക്കെ. ഇഷ്ടമുള്ള അത്രയ്ക്ക് എടുക്കുക കേട്ടോ ലെങ്ത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻവിസിബിൾ നെക്ലേസ് ആണ്. ഇൻവിസിബിൾ നെക്ലേസ്. യെസ്. എക്ലെയർ അല്ലട കുഞ്ഞാ, നെക്ലേസ്. കുഞ്ഞിനാകപ്പോഴറിയ എക്ലെയർ മാത്രമല്ലോ. ഏത് ലോക്കറ്റ് വേണ്ട? നമുക്ക് വെളിച്ചത്തിന് മറകൂ. നമുക്ക് ആവശ്യം ഏതാ? കുഞ്ഞിനാ ഇഷ്ടം? ഇതോ? എന്നാ അത് മതിയാ.
ഏതാണെങ്കിലും പറഞ്ഞു. ഏതാ ഇത് കേട്ടത് ഇതാ ഈ അറ്റത്തെ ഇത് കുറച്ച് വലിപ്പുണ്ട്. പിന്നെ ഏതാ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിക്കോ. കുഞ്ഞിന്റെ ഇഷ്ടപ്രകാരം എടുക്കാം. അപ്പൊ അതെടുത്ത് കാണിച്ചേ കുഞ്ഞാ. എവിടെ? കമോൺ. എവിടെ? അപ്പൊ അതൊന്ന് പിടിക്കാം നമുക്ക് അല്ലേ? ഓക്കെ, അതൊന്ന് പിടിക്കാം. കമോൺ. നിന്റെ കയ്യിലും മൈലേജ് ഇട്ടുണ്ടല്ലേ? നമ്മള് ഈ ഒരു ഗിയർ വയറിന്റെ ഹാഫ്, അതായത് നടുഭാഗം എടുക്കാം. മിഡിൽ കുറച്ച് സ്പീഡായി പറഞ്ഞോളൂ കേട്ടോ. മിഡിൽ പോർഷൻ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഇട്ട് കൊടുക്കാം. അതെങ്ങനെ ഇട്ടെന്ന് കാണിച്ചേ ഒന്നുകൂടി. ആണോ? ജസ്റ്റ് ഇതുപോലെ ഇടാം. അപ്പൊ നമുക്ക് അത് ഇട്ടു. ഇനി നമുക്ക് ഗിയർ ലോക്ക്. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ നമുക്കത് ജസ്റ്റ് ഫോക്കസ് ചെയ്യണേ, സൂം ചെയ്യണം. പോയത് പോട്ടെ. അല്ല, അത് ഞാൻ ഇട്ടതാ. കുറച്ചധികം വേണം ഈ മുത്ത്. ഈ ഒരു ഗോൾഡൻ കളറ് മുത്ത് ഞാൻ എന്താ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് സൈഡിലും ഇടണം. എവിടെ? അപ്പുറത്തെ സൈഡിലും ഇടണം. രണ്ട് സൈഡിൽ ഇട്ടു. അങ്ങനെ ഈ രണ്ട് സൈഡിൽ ഇട്ടിട്ട് നമ്മളത് പുറത്ത് കൊണ്ടുവരും അല്ലേ? അല്ല, ഇനി നമ്മൾ ഇതിൽ ഗിയർ ലോക്ക് ഇടണം. ഓരോ ഇതിന്റെ ഇടയിൽ ഇടണം. നമ്മള് ഇൻവിസിബിൾ അല്ലേ ഉണ്ടാക്കണേ? അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് ഇതിൽ ഫുള്ളില് നമ്മള് ബീഡ്സ് ഇടില്ല. കാരണം ഇൻവിസിബിൾ നെക്ലേസ് അങ്ങനെയാ. ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇടാം. ഗിയർ ലോക്ക് ഇത്ര ഭയങ്കര ചെറിയൊരു ഇതാണ് കേട്ടോ ഗിയർ ലോക്ക്. ഗിയർ ലോക്ക് കം ഓൺ. ഗിയർ ലോക്ക്. ഓക്കേ, ഗിയർ ലോക്ക് എടുത്തിട്ട് ഞാൻ എന്താണ് കുഞ്ഞാ വയ്യേ? ഇതൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വരും കണ്ടോ? ഇതൊക്കെ വിട്ടിട്ടായിരിക്കണം. ഇത് നമ്മള് ഞാൻ വിട്ടിച്ചതാ, പക്ഷെ ഇത് വിടുന്നില്ല. അത് വിടുന്നില്ലേ? കത്തിരുത്ത് മുറുക്കി. നീ എന്താ ചെയ്യണ? ഞാന് ഗിയർ ലോക്ക് ഇടാൻ പോവാ. എവിടെ ഗിയർ ലോക്ക് കാണിച്ച? ഭയങ്കര ചെറുതാ, അത് കാണൂല. കണ്ടോ? ചെറുതാ കാണില്ല. ഗിയർ ലോക്ക് ഇട്. അയ്യോ, ഭയങ്കര ചെറുതായിട്ട് നമുക്ക് കയ്യില് പിടിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഗിയർ ലോക്ക് ഇട്ടു. അതെ, ഇതിന്റെ ഈ ഹോള് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ നമ്മളത് ശരിയാക്കിയിട്ട് വേണം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ അത് ശരിയാക്കട്ടെ. ആയിക്കോട്ടെ. അല്ല കുഞ്ഞാ, നീ എന്താ ചെയ്തോടെ? മുത്ത്. നീ ഇന്ന് ഡ്രോയിങ്ങിന് ചേർന്നല്ലേ? വരച്ചു. ചേരണെങ്കിൽ എന്റെ പടം വരയ്ക്കുക. നീ സെലക്ഷൻ ആയിരുന്നു. അത് എന്തായി? സെലക്ഷൻ അതന്നെ. എല്ലാരും വരച്ചു. എല്ലാ കുട്ടികളും പങ്കെടുത്താ? എത്ര പേര് പങ്കെടുത്തു? നീ വരയ്ക്കുമ്പോ എത്ര പേര് വരച്ചു? കാത്തില് ചോദിച്ചാൽ എല്ലാരും പങ്കെടുത്തു. അപ്പൊ എല്ലാ കുട്ടികളും പങ്കെടുത്തു. വരച്ചു. ദാറ്റ്സ് ഓൾ. എന്നിട്ട് എന്റെ പൊന്നു, എല്ലാ കുട്ടികളും വരച്ചു. ചില കുട്ടികൾ വരച്ചില്ലാട്ടോ. അത് ഏതെങ്കിലും സ്ഥലത്ത് വരച്ചു. അപ്പൊ ആ ടീച്ചർ കൊണ്ടുപോയിട്ട് നീ സെലക്ട് ചെയ്യും അല്ലേ? ആരാന്നല്ലേ? ഓക്കെ, അപ്പൊ നാളെ അല്ലേ? നോക്കാം. ഇനി അടുത്തത് നിന്റെ എന്തായി? ഗിയർ ലോക്ക് ഇട്ടു. ഗിയർ ലോക്ക് ഇട്ടു.
ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പണിയാണ്. കാരണം ഗിയർ ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഗിയർ ലോക്ക് ചെയ്യണം. ഗിയർ ലോക്ക് ഇടുന്നത് ഗിയർ ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഗിയർ നമുക്ക് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ കുറച്ച് പ്രസ് ചെയ്യണം. നമ്മളത് പ്രസ് ചെയ്യണം. നമുക്കത് ചെയ്യാം. ഓക്കെ, ഇതില് എത്രമാത്രം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എത്രമാത്രം കിട്ടുന്നു ക്യാമറയിലേ? അങ്ങനെ. ഓക്കെ, കുഞ്ഞിന്റെ സഹായം എനിക്കിതിൽ ആവശ്യമാണ്. കുഞ്ഞുന്റെ സഹായമാണ് അതില്. അമ്മേ, ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ കുറച്ച്. ഓ, കുഞ്ഞ് സഹായിക്കാൻ റെഡിയാണ്. ഇവിടെ പിടിച്ചോ, ഇവിടെ പിടിച്ചു. അയ്യോ, അപ്പൊ കാണോ? അത് ചെയ്ത കുഴപ്പമില്ല. ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ. പിടിച്ചിട്ടില്ല. ആണോ? ഗിയർ ലോക്ക് ഞാൻ പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഗിയർ ലോക്ക് ചെയ്യുന്നത്. പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഇനി ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ മാറി മാറി അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടോണ്ടിരിക്കും. അതെ, ഇവിടെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് ഇട്ട് ഇവിടെ ഇടും, ഇവിടെ ഇടും. അങ്ങനെ, അതായത് ഓരോ മുത്തിന്റെ ഇടയിലും ഗിയർ ലോക്ക് ഇടണം. അല്ല, നമുക്കിപ്പോ ഒരു മുത്ത് ഇങ്ങനെ നമ്മൾ ഇടാന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ഒറ്റൊരു മുത്ത് മാത്രം ഇവിടെ ഇട്ടാ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഗിയർ ലോക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇതിന്റെ ഗിയർ ലോക്ക് ഒരു തവണ ഇട്ടാ മതിയാ? അല്ല, നമ്മൾ ഓരോ വട്ടവും ഇട്ടു. അതെ ഞാൻ ചോദിച്ചത്, ഓരോ മുത്തിനും വീണ്ടും വീണ്ടും ഗിയർ ലോക്ക് ഇട്ടുകൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാ മുത്തിനും ഇട്ടോണ്ടിരിക്കണം. മുത്താനെങ്ങും. അപ്പൊ ഇനി കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പകുതി ആകുമ്പോ നമുക്ക് വീണ്ടും കാണിക്കാം. അല്ലെങ്കിൽ അവർക്ക് ബോറടിച്ച് അവര് ലാസ്റ്റ് ഇട്ടറിഞ്ഞു പോവും അല്ലേ? അല്ല കുഞ്ഞ, അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ശരി, അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നോ, കൈയോടെ കൊണ്ടുപോയി. കമോൺ കുഞ്ഞാ, എന്തായി നമ്മുടെ മാലയുടെ വർക്ക്? മാല രസണ്ടാ? ഇവിടെ പൊന്നു കഴിഞ്ഞാ? പകുതി എത്തിയില്ലേ? ഒന്ന് കാണിച്ചേ. ഇതാണോ കൊളുത്ത്? അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ചെയിനും ഉണ്ട്, പിന്നെ കൊളുത്തുണ്ട്. നമ്മള് ഉണ്ടാക്കിയത് പകുതി എത്തി. ഇത് തിരിച്ചു വെക്കി, കാണാനില്ലല്ലോ. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കി. യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മാല അല്ലേ? ഇത് ഇൻവിസിബിൾ എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ പൊന്നോ? ഈ ഭാഗല്ലേ ഇതിന്റെ എന്താ പറയാ, മാലയുടെ ചെയിൻ വയർ അത് കാണില്ല അധികം ഇട്ട് വരുമ്പോ. അതുകൊണ്ടാണ് അതിനെ നമ്മള് ഇൻവിസിബിൾ. അതൊന്ന് എടുത്ത് പൊന്നിച്ച് കാണിച്ചേ. യെസ്, എന്താ പറ്റി? കാണാനില്ല. കൈ മാറ്റ്, നിന്റെ കൈ മാറ്റ്. അടിപൊളി. മൊഞ്ചത്തിലോ? എന്ത്? അപ്പൊ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യാനുള്ളത്? കൊളുത്ത് കാണിച്ചേ. ഇതാണ് കൊളുത്ത്. അപ്പൊ ഈ കൊളുത്ത് അതില് ഇടണം. ഈ കൊളുത്തിട്ട് കഴിഞ്ഞാൽ ഫിനിഷായോ? ഫിനിഷായി. അപ്പൊ പിന്നെ കൊളുത്ത് അത് ഈ കൊളത്തിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ സംഭവം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ കൊളുത്ത് കൂടി ഇട്ട് കഴിഞ്ഞാല് ഫിനിഷ്ഡ്. പിന്നെ നമ്മൾ വേറെ കുറച്ച് മാലകൾ എടുത്ത് വെച്ചിട്ടില്ലേ, ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പൊ അതും കൂടി ഒരുമിച്ച് നമുക്ക് നിരത്തി വെച്ച് കാണിച്ചു കൊടുത്ത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. എന്ത് ഇടണം എന്നല്ലേ? അത് നമുക്ക് അങ്ങനെ ചെയ്യാട്ടാ. അപ്പൊ ഞാന് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടാട്ടോ ചെയ്തത്. കണ്ട, ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇത്രയും ബീഡ്സ് ഇട്ടിട്ട് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടു. ഞാൻ എന്നെ സഹായിച്ചു. ഞാൻ ഗിയർ ലോക്ക് ഇട്ടുണ്ട്. അപ്പൊ എനിക്ക് നമുക്ക് തോന്നുന്നേ ഇതിന് ഫിനിഷ് ആയിട്ട് നമുക്ക് എല്ലാം കൂടി കാണിക്കാം.
അപ്പൊ ഒന്നുകൂടി നമ്മുടെ അല്ല ഒരു സാധനം കാണിക്കാം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പ്രധാനപ്പെട്ട നമ്മള് കാര്യം ഇത് ഇടുമ്പോ നമുക്കിവിടെ പ്രത്യേകിച്ച് ഇത് ഇടാനുള്ള കുളത്തൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു കൊടുത്തേ. ജസ്റ്റ് ഇതാ ഇതിലേക്ക് ഈ കുളത്തും പിന്നെ ഈ ഗിയർ ലോക്കും ഇടാം. അതൊക്കെ കാണിച്ചാൽ മതി, അപ്പൊ അവർക്ക് മനസ്സിലാവും. കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ ഇനി ഈ ഗിയർ ലോക്കില് സ്പേസ് ഉണ്ട്. ഇനി അതിൽ സ്പേസ് ഉണ്ട്, കണ്ട കാണാണ്ട. ആ ഓക്കെ കേട്ടോ. ഇനി ആ സ്പേസിലേക്ക് നമ്മള് ഈ ഗിയർ ലോക്കും കൂടി ആ ഗിയർ ലോക്കിന്റെ സ്പേസിലേക്ക് ഈ കമ്പി വീണ്ടും കടത്തി വിടുന്നു അല്ലേ? അതാണ് അതിന്റെ ശരി. ഗിയർ ലോക്ക് അങ്ങോട്ട് മാറിപ്പോയി. കുഴപ്പമില്ല. കണ്ടോ? അപ്പൊ ഇതുപോലെ ഒരു കണ്ണിയാവും. ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാം. ചെറുതാക്കിയിട്ട് ജസ്റ്റ് ഗിയർ ലോക്ക് പ്രസ് ചെയ്താ കുളത്ത് റെഡിയായി. കുളത്ത് റെഡിയായി. ഇത്ര ഉള്ള പേടി. അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് ക്യാബേട്ടി. അതെ, അപ്പൊ നമുക്ക് കണ്ടോ ഞാൻ ചെറുതാക്കിയത് കുറച്ചും കൂടി ചെറുതാക്കില്ലേ? കണ്ട മാക്സിമം കണ്ട ഇത്രയും ചെറുതാക്കി. ആ ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായി ഫിനിഷ് ആയിട്ട് നമുക്ക് വരാം. ഓക്കെ. എന്ത് ആരും വരുന്നില്ല, കൈ കൊണ്ടുവരുന്നില്ല, ആരും വരുന്നില്ല. മോൻ ആരുമില്ല. മോൻ എന്താ? ഓ ഇനിയുണ്ടാ? ഇല്ല. എന്തായി നമ്മുടെ മാല ഉണ്ടാക്കി കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള മാല ആരാണ് മാല മാല നമുക്ക് കാണിച്ചു കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മാല കേട്ടാ. അപ്പൊ അതെടുക്കൂ. അതന്നെയാണോ? യെസ്. അതെടുത്തിട്ട് കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കൂ. ഇതാണ് ആ മാല. എവിടെ? ആ ഇതാണ് ആ മാല. ഇതാണ് അതിന്റെ ഫുൾ ഫിനിഷ് അല്ലേ? കുഞ്ഞിന്റെ കയ്യിൽ വെച്ചേ നോട്ടെ. എന്താണത്? യെസ്. കുറച്ച് ഇറക്കാനില്ലേ അത്? കുറച്ച് അത് അങ്ങനെ കാണിക്കുമ്പോ ഒരു ലുക്ക് ഇല്ല. കുറച്ച് ഇറക്കണം. ആ യെസ്. എപ്പോഴാണ് ഭംഗി കണ്ടാ. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫിനിഷ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇനി എത്ര മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള എത്ര ചെയിൻ ഉണ്ട് മൊത്തം? 2. അതുകൊണ്ട് കാണിച്ചേ. 3 അല്ലേ മുൻപ് ഉണ്ടാക്കിയത്? കുഞ്ഞാ നീ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ 40 പെട്ടി പോകുന്നു അല്ല 30 പെട്ടി പോകുന്നു ഉപ്പച്ചി പറഞ്ഞു. അപ്പൊ പറഞ്ഞു 30 ഒന്നും പോലും ഉപ്പച്ചി. എത്ര പോകും? 40. അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും പാലക്ക മാല. കുഞ്ഞന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയതാട്ടാ. അടിപൊളി. അതൊന്നും വെച്ച് കൊടുത്ത കുഞ്ഞിന് ഇഷ്ടപ്പെട്ടല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കണ്ട കുറച്ച് ഇറക്കിട്ട് അടിപൊളിട്ടാ. ഓക്കെ സൂപ്പർ. ഇനി അടുത്തെടുക്ക്. നെക്സ്റ്റ് വൺ വരട്ടെ പോന്നോട്ടെ. സോണിയ പോന്നോട്ടെ. കയ്യില് വെക്കേണ്ട രീതി ശരിയാണ്. കുറച്ച് ലെങ്ത് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ റൂബി കണ്ടു. നമ്മള് ബാക്കിയുള്ള 2 വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി. അപ്പൊ ഇതാണ് ഇൻവിസിബിൾ ചെയിൻ അല്ലേ? നന്നായിട്ടുണ്ട് കുഞ്ഞ പൊന്നോ. കുഞ്ഞിന് ഭംഗിന്ന് പറഞ്ഞാ കുച്ചി. ഓക്കെ അല്ലേ? അപ്പൊ 3 അതുകൂടി എടുത്ത് എല്ലായിടത്തും കാണിച്ചോ. അതുകൂടി എടുത്തടാ കുഞ്ഞ. 2 കൈയുള്ള കൈസ്. അതെ അടിപൊളി. അപ്പൊ നമ്മൾ 3 മാല ഉണ്ടാക്കില്ലേ? ഇപ്പൊ അടിപൊളിയായിട്ടാ കാണാൻ. സൂപ്പറായിട്ട്. നമ്മള് ഇതും അതും ഒരേ മോഡലാണ് ബീഡ്സ് വന്നിട്ടുള്ള. ഇത് മാത്രം
വേറെ വ്യത്യാസമുണ്ട്. മുത്തില്ല. വെള്ളമുത്തില്ല. അപ്പോൾ അടിപൊളിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കുഞ്ഞിന് എത്ര മൈലുണ്ട് ഇതിലത്തെ? ഈ 3 എത്ര എണ്ണം കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്? 2 കൊടുക്കല്ലേ? പാവല്ലേ? ഇതും ഓക്കെ. ഇത് അതുമല്ല, ഇതും ഇതുമാണ് കുഞ്ഞു ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കുഞ്ഞിന് കൊടുക്കാം നമുക്ക് അല്ലേ? അത് തിരിച്ചു പിടിക്ക്. ബ്ലൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ല അടിപൊളി മാല ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ പൊന്നൻ ഉണ്ടാക്കിയതാണ്, അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞിനുണ്ടായിരുന്നു. അയ്യോ കുഞ്ഞിനുണ്ടായിരുന്നു. അത് വേണ്ട, അത് വെച്ച് കൊടുക്കുന്ന അടിപൊളി നന്നായിരുന്നു കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ, മാല ഉണ്ടാക്കുന്ന വിധം അല്ലേ? ഇതിനെ എന്താ നമ്മള് പ്രത്യേക പേര് പറയോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിനെ? ജ്വല്ലറി മേക്കിംഗ് അല്ലേ? അപ്പൊ അങ്ങനെ പൊന്നാൻ ജ്വല്ലറി മേക്ക് ചെയ്തിരിക്കുക. ജ്വല്ലറി 2 കണക്ക് തന്നെയാ. മേക്കിംഗ് നടത്തിയിരിക്കുന്നു അല്ല ഗൈസ്? അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ബൈ. ആരത് സുശീലയാ? വല്ലാണ്ട് പോകുന്നത്. ഓക്കെ ബൈ ഗൈസ്. ബൈ ഗൈസ്.